നമസ്കാരം. നമുക്കറിയാം പാലാ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിലെ ഏറ്റവും വലിയൊരു ആഘോഷ രാവ് തന്നെയാണ് നമ്മുടെ ബ്രില്യൻറ്റ് വിക്ടറി ഡേ എന്ന് പറയുന്നത്. അപ്പം ഇതാ നമ്മുടെ എഞ്ചിനീയറിംഗ് വിക്ടറി ഡേ വന്നിരിക്കുകയാണ്. എഞ്ചിനീയറിംഗ് വിക്ടറി ഡേയുടെ ദ സ്റ്റാർ ഓഫ് ദ ഡേ എന്ന് പറയുന്ന ഒരാൾ തന്നെയാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ വന്നു നിൽക്കുന്നത്, ദേവാനന്ദ്. നമുക്കറിയാം ദേവാനന്ദ് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എല്ലാ പത്രമാധ്യമങ്ങളിലും നിറസാന്നിധ്യമായിട്ട് ആൾ നിന്നിരുന്നതാണ്. അപ്പോൾ ആളുടെ ഫേസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരള, അതായത് കീമിന് ഫസ്റ്റ് റാങ്കാണ് ലഭിച്ചത് ദേവാനന്ദിന്. അതുപോലെ തന്നെ ജെഇ മെയിൻസിനും ജെഇ അഡ്വാൻസിനും അതിഉഗ്രൻ ഒരു റാങ്ക് തന്നെയാണ് നമ്മുടെ ദേവാനന്ദിന് കരസ്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിക്ടറി ഡേയിലെ ഏറ്റവും ഒരു സ്റ്റാർ തന്നെയാണ് നിൽക്കുന്നത്. 10 ലക്ഷം രൂപ പ്ലസ് ഗോൾഡ് മെഡലാണ് നമ്മുടെ ദേവാനന്ദിന് കിട്ടാൻ പോകുന്നത്. സോ നമുക്ക് ദേവാനന്ദിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. നമ്മൾ ഒരുപാട് ന്യൂസുകളിലൊക്കെ കണ്ടു തന്നെയാണ്. അതുപോലെ തന്നെ മന്ത്രി നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ആളെക്കുറിച്ച് നമുക്ക് ചോദിച്ചറിയാനുള്ളത്. സോ നമുക്ക് ആളെ ഒന്ന് പരിചയപ്പെടാം, കൂടുതൽ കാര്യങ്ങൾ അറിയാം. ദേവാനന്ദ്, നമസ്കാരം. നമസ്കാരം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻ. ഒരു അഭിനന്ദന പ്രവാഹമായിരുന്നു തോന്നുന്നു അല്ലേ കഴിഞ്ഞ ഒരു കുറച്ച് നാളുകളായിട്ട്. അപ്പോൾ എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷമുണ്ട്. ഇത്രയൊക്കെ കിട്ടിയതിൽ ഭയങ്കര സന്തോഷം. ദൈവത്തിന് നന്ദി. പിന്നെ 2 വർഷം കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഇത് കിട്ടി. അതെ, ലാസ്റ്റ് കിട്ടി. ഓക്കെ, അപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കീമിൻ്റെ റാങ്കിൻ്റെ ഒരു തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു അനുഭവമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോൾ വീട്ടിലേക്ക് കുറേ തിരക്കുകൾ ഉണ്ടാവും, ഒരുപാട് പത്രമാധ്യമങ്ങളുടെ ആൾക്കാരുടെ ഒരു തിരക്കുണ്ടാവും, പിന്നെ മന്ത്രി വിളിച്ചു, അങ്ങനെ ഒരുപാട് അഭിനന്ദനങ്ങളൊക്കെ മോന് കിട്ടിയല്ലേ? അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? പ്രതീക്ഷിച്ചിരുന്നോ ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്ന്? ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്നൊന്നും വലിയ പ്രതീക്ഷയില്ലായിരുന്നു. 100% സ്കോർ ഉണ്ടായിരുന്നു. അപ്പോൾ ടോപ്പ് 10 ഉണ്ടാവുമെന്ന് അറിയാമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് കിട്ടിയതിൽ ഭയങ്കര സന്തോഷം. പിന്നെ നമ്മൾ റിസൾട്ട് വരുമെന്നൊന്നും എക്സ്പെക്ട് ചെയ്തിരിക്കുകയല്ലായിരുന്നു. ഞാനും അച്ഛൻ്റെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ അച്ഛൻ്റെ ഫോണിലൊരു കോൾ വന്നിട്ട് ദേവാനന്ദിൻ്റെ വീടാണോ, എൻ്റെ നമ്പറുണ്ടോ, പേഴ്സണൽ എൻ്റെ നമ്പറായിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ നമ്പർ വാങ്ങിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഫോണിൽ വിളി വന്നു, എൻഗേജ് ആവില്ല കുറച്ച് നേരത്തേക്ക്. ഇപ്പോൾ കോൾ വരുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് മിനിസ്റ്ററാണ് വിളിച്ചത്. എന്നിട്ട് പറഞ്ഞു കൺഗ്രാജുലേഷൻ ഒന്നും പറഞ്ഞാണ്. ഭയങ്കര ഇതായി പോയി. ഞാനും അച്ഛനോടെ കിടന്ന് തുള്ളി. ഭയങ്കര സന്തോഷമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അന്ന് തന്നെ റിസൾട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചതും അല്ല. ഇല്ല, കാരണം അന്ന് രാവിലെ എന്തോ കുറച്ച് പേർക്ക് മെമോ ഒന്നും അങ്ങനെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ 16-ാം തീയതിക്കുള്ളിൽ അത് ക്ലിയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അപ്പോഴേ ഇനി റിസൾട്ടൊക്കെ ഉള്ളായിരിക്കും എന്ന് വിചാരിച്ചിരിക്കുന്നപ്പോഴാണ് പെട്ടെന്ന് വന്ന റിസൾട്ട്. അപ്പം രണ്ടുപേരും വീട്ടിലപ്പോൾ രണ്ടുപേരും അച്ഛനും മോനും അല്ലേ ഒന്നിച്ച് അതിൻ്റെ ഒരു എന്താ പറയാ ഞെട്ടലിലായിരുന്നു. അതെ അതെ, സത്യം. ഞാനും അച്ഛനും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അമ്മ ടീച്ചറാണ്. അപ്പോൾ അമ്മ സ്കൂളിൽ പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ കുറേ ഫോൺ വിളി വന്നപ്പോൾ അമ്മേൻ്റെ കൂടെ ഉള്ള ടീച്ചർമാരെ എടുത്തിട്ട് കൊണ്ട് കൊടുക്കുമായിരുന്നു അമ്മയുടെ കയ്യിൽ ഫോൺ. അതെ, ഒരു സ്പെഷ്യൽ മൊമെന്റ് തന്നെയായിരുന്നല്ലേ ഈ ഒരു സമയം? അതെ അതെ. ഓക്കെ, അപ്പം ഇപ്പതാ കേരള റാങ്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പൊ എല്ലാവരും ആണ് വീട്ടിൽ നിന്ന് വന്നിരിക്കുന്നത് വിക്ടറി ഡേ ആഘോഷിക്കാൻ. അപ്പൊ ആരൊക്കെയാണ് വന്നിരിക്കുന്നത്? അവരെ ഒന്ന് പരിചയപ്പെടുത്താവോ? ഇത് അമ്മുമ്മയാണ്, അച്ഛൻ്റെ അമ്മ. ശ്യാമള എന്നാണ് പേര്. അത് അച്ഛൻ പത്മകുമാർ എന്നാണ് പേര്. എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ റിസർച്ച് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. അമ്മ ടീച്ചറാണ്, മഞ്ജു എന്നാണ് പേര്. NSS ഹയർ സെക്കൻഡറി സ്കൂൾ തടിയൂരിലെ കെമിസ്ട്രി അധ്യാപികയാണ്. അത് അനിയൻ ദേവനാഥ് എന്നാണ് പേര്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, പ്ലാസിഡ് വിദ്യാവിഹാർ സീനിയർ സെക്കൻഡറി സ്കൂളിൽ. അപ്പോൾ നമ്മുടെ സന്തോഷം പങ്കുവയ്ക്കുന്നതിനൊക്കെ ആയിട്ട് ദേവാനന്ദിൻ്റെ ഫാമിലിയുടെ കൂടെ അമ്മമ്മയൊക്കെ ഉണ്ട്. എന്ത് തോന്നുന്നു അമ്മമ്മയ്ക്ക്? എന്ത് തോന്നുന്നു മോൻ ഇത്രയും നല്ലൊരു റാങ്ക് ഒക്കെ കിട്ടി? ഭയങ്കര സന്തോഷം. TV കണ്ടപ്പോൾ തന്നെ ഞാൻ സങ്കടം വന്നു പോയി, സന്തോഷം കൊണ്ട്. അത്രയ്ക്ക് സന്തോഷമായിരുന്നു. അമ്മമ്മയുടെയും എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നല്ലേ മോൻ? ഞാൻ എപ്പോഴും അവന് വേണ്ടി പ്രാർത്ഥിക്കും. എൻ്റെ കൊച്ചുമോനല്ലേ അവനെന്ത്. അപ്പോൾ ആ പ്രാർത്ഥനയുടെ ബലം കണ്ടിരിക്കുകയാണ് അല്ലേ? ഇതുപോലെ എല്ലാ ചാനലുകളിലും ഒക്കെ ഇന്നലെ കഴിഞ്ഞ 2 ദിവസങ്ങളിലൊക്കെ ആയിട്ട് മോൻ്റെ അല്ലേ ഫേസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്ത് തോന്നി? ഭയങ്കര സന്തോഷം കൊണ്ട് എന്താന്ന് പറയാൻ വയ്യ. അതുപോലെ തന്നെ ദേവാനന്ദിൻ്റെ അച്ഛൻ സാറിന് ഇത് തീർച്ചയായും സാറിന് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു സ്പെഷ്യൽ മൊമെൻ്റ് ആയിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നത്. ഇപ്പോൾ ഇന്ന് വിക്ടറി ഡേയിൽ 10 ലക്ഷം മോന് ക്യാഷ് അവാർഡ് പ്ലസ് ഗോൾഡ് മെഡലാണ് കിട്ടാൻ പോകുന്നത്. അപ്പം ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ എന്ത് അനുഭവമായിരുന്നു സാറിനുണ്ടായിരുന്നത്? അത് മോൻ പറഞ്ഞതുപോലെ തന്നെ ഞാനും അന്ന് ഒഫീഷ്യൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി നേരത്തെ വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ ആ സമയത്താണ് പിന്നെ കൺട്രോളറുടെ ഓഫീസിൽ നിന്ന് ആരും തോന്നുന്നു, പക്ഷേ എവിടെ നിന്നാണെന്നൊന്നും പറഞ്ഞില്ല. വിളിച്ചിട്ടാണ് ദേവാനന്ദൻ്റെ നമ്പറാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ദേവാനന്ദൻ്റെ അച്ഛനാണ് എന്ന് പറഞ്ഞ്. അപ്പോൾ ദേവാനന്ദൻ്റെ ഫോൺ നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഫോൺ നമ്പർ അവൻ്റെ കൊടുത്തിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ഫോൺ നമ്പർ അവൻ്റെ കൊടുക്കുകയും ചെയ്തു.
കുറച്ച് കഴിഞ്ഞിട്ടാണ് വീണ്ടും വിളിച്ചത്. അവൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് പറഞ്ഞു ഹോൾഡ് ചെയ്യണം, എൻഗേജ്ഡ് ആവരുത് എന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ടും മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നാണെന്നോ അല്ലെ കൺട്രോൾഡ് ഓഫീസിൽ നിന്നാണെന്നോ റിസൾട്ട് പറയാനാണെന്നോ എന്നൊന്നും നമ്മൾ അറിയുന്നില്ല. അപ്പോൾ എന്താണെന്നറിയില്ല, ഒരു 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 എന്താ പറയുക, വല്ലാത്തൊരു മൂഡിലായിപ്പോയി, എന്താണെന്ന് അറിയത്തില്ല. അപ്പോഴാണ് മിനിസ്റ്റർ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ എന്താ പറയുക, വല്ലാത്ത ഒരു സന്തോഷമായിരുന്നു. കാര്യം നമ്മുടെ പിന്നെ മഞ്ജു കൂടെ ഇല്ല, അവനും ഇല്ലായിരുന്നു, അങ്ങനെ അമ്മയില്ലായിരുന്നു, അങ്ങനെ കൂടെ ഞങ്ങൾ രണ്ടുപേരും മാത്രം. എന്താ ചെയ്യേണ്ടതെന്നല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങ് തുള്ളി. ആ ഒരവസ്ഥയിലായിരുന്നു. വളരെ വളരെ സന്തോഷം. ശരിക്കും ഒരു ഹാപ്പി മൊമെന്റ് തന്നെയായിരുന്നു ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ. പക്ഷെ എല്ലാവരും ഇല്ലായിരുന്നു എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതേ നമ്മളുടെ ദേവാനന്ദിൻ്റെ അമ്മ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അമ്മയോട് ചോദിച്ചു നോക്കാം അമ്മയ്ക്ക് എന്താണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നതെന്നുള്ള കാര്യം. അപ്പോൾ എങ്ങനെ തോന്നുന്നു അമ്മയ്ക്ക്? സന്തോഷം, വളരെ സന്തോഷം. ഞാനന്ന് രാവിലെ തന്നെ സ്കൂളിൽ പോയായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് നേരത്തെ വന്നു. അപ്പം ഞാൻ ഉച്ചയ്ക്ക് ഉണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവനെ ഒന്ന് വിളിച്ചായിരുന്നു, ചോറുണ്ടോ എന്നൊക്കെ. അപ്പം പറഞ്ഞു അച്ഛൻ വന്നു എന്ന് പറഞ്ഞു. പിന്നെ ഞാനങ്ങ് ക്ലാസ്സിൽ പോയി. അപ്പം കുറേ സമയം എൻ്റെ ഫോൺ കിടന്ന് മേശപ്പുറത്ത് കിടന്ന് ഒരുപാട് 10 വട്ടം ഇവർ വിളിച്ചു. അപ്പം റിങ് അടിക്കുന്ന കണ്ടുകൊണ്ട് ഒരു ടീച്ചർ എടുത്തപ്പം പറഞ്ഞു അമ്മയോട് റാങ്ക് ഉണ്ടെന്ന് പറയാൻ. അപ്പം അവർ ക്ലാസ്സിൽ വന്ന ആ ടീച്ചർ പറയുമ്പോൾ എന്തിൻ്റെ റാങ്കാന്ന് ഞാനങ്ങ് മറന്നുപോയി. എന്ത് റാങ്ക് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ടീച്ചറിൻ്റെ മോനെ എൻജിനീയറിങ്ങിന് റാങ്ക് എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് എൻ്റെ ബുക്കും പേനയും എല്ലാം അവിടെ ഇട്ടിട്ട് ഞാൻ പെട്ടെന്ന് വിളിച്ചപ്പം കിട്ടുന്നില്ല. നമ്മുടെ ഫോണിലോട്ട് ഇഷ്ടംപോലെ വിളികൾ. പിന്നെ കിട്ടിയപ്പോൾ എന്നോട് പറഞ്ഞ് വേഗം ഇറങ്ങ്. അപ്പം ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുമായിരുന്നു ചങ്ങനാശ്ശേരി, ഞങ്ങളുടെ ജോലിയുടെ ആവശ്യം പഠിത്ത കാര്യമൊക്കെ. അപ്പം പെട്ടെന്ന് ആലപ്പുഴയ്ക്ക് പോകണം, വേഗം വരാൻ പറഞ്ഞു. അപ്പോഴും നമ്മൾ ഇത്രയും വലിയൊരു പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങൾ പെട്ടെന്ന് തന്നെ മോനെ വിളിച്ച് ഇവർ ചങ്ങനാശ്ശേരിയിൽ വന്നു. ഞാനപ്പോഴത്തേനും ചങ്ങനാശ്ശേരി എത്തി. ഞങ്ങൾ ആലപ്പുഴ വന്ന് ഞങ്ങളുടെ വീടിൻ്റെ അവിടോട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് വണ്ടി കൊണ്ടുവരാൻ വയ്യ. അതായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയില്ലല്ലോ. അപ്പം നമ്മൾ വരുമ്പോഴത്തേനും ഒരുപാട് മാധ്യമങ്ങൾ വീട്ടിൽ നിൽക്കുക. വീട് പൂട്ടിയിട്ടിട്ട് പോയേക്കുമായിരുന്നു. പിന്നെ തൊട്ടടുത്തുള്ള നെയ്ബർ വീടെല്ലാം തുറന്ന് അവർ പിന്നെ ചായയും വെള്ളവും എല്ലാം കൊടുത്ത് ശരിക്കും അതൊരു വളരെ ഒരു നല്ലൊരു നിമിഷമായിരുന്നു. പക്ഷെ അത് നമ്മൾ വേറൊരു ലോകത്ത് എത്തിപ്പെട്ട പോലായിരുന്നു അന്ന് രാത്രി വരെയും. ഇന്നലെയും അങ്ങനെയായിരുന്നു. ഇത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരനുഭവം അല്ലേ, അങ്ങനെ ഒരു അനുഭവം. അത്രയും ഒരു നല്ലൊരു ദിവസം തന്ന ജഗദീശ്വരന് നന്ദി പറയുന്നു. ഇന്നും അതുപോലെ തന്നെ ഇവിടെ വന്നപ്പം തൊട്ട് നല്ല സന്തോഷം. സന്തോഷം നമുക്കിതേ അമ്മയുടെയൊക്കെ മുഖത്ത് കാണാനുണ്ട്. അതേപോലെ അമ്മയുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ നിറയുന്നുണ്ട്. സന്തോഷത്തിൻ്റെയാണ് ആ കണ്ണുനീര് വരുന്നത്. കേൾക്കുന്നത് നമുക്ക് വേറെ ഇതേ ആനന്ദ കണ്ണീര് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമുക്ക് നമ്മളുടെ ദേവാനന്ദിൻ്റെ അനിയൻ കുട്ടനോട് കൂടി ഒന്ന് ചോദിച്ചു നോക്കാം അല്ലേ, എന്താണ് ചേട്ടൻ്റെ ഈ ഒരു വിജയത്തിൽ എന്താണ് അവന് തോന്നുന്നതെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. എന്താ തോന്നുന്നത്? സന്തോഷമുണ്ട്. പിന്നെ സ്കൂളിൽ വെച്ചാണ് അറിഞ്ഞത്. പ്രിൻസിപ്പൽ അനൗൺസ് ചെയ്തപ്പോൾ രോമാഞ്ചം വന്നു. അല്ലേ, അതെ, സ്വന്തം ചേട്ടനെയാണല്ലോ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കായാലും രോമാഞ്ചം വന്നു പോവും അല്ലേ. അപ്പോൾ ഇതേപോലെ വരണ്ടേ ഇനി അല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് ശ്രമിക്കുക. ചേട്ടനെ മുന്നിൽ കണ്ട് റോൾ മോഡലായിട്ട് കണ്ടിട്ട് മോനും ഇതേപോലെ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ. അപ്പം ദേവാനന്ദ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ എല്ലാവരുടെയും അവർ എന്താ പറയുക, ഇപ്പം അമ്മയും അമ്മമ്മയും എല്ലാവരും സന്തോഷം കൊണ്ട് വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഈ ഒരു മൊമെൻറ്റ് ഞങ്ങൾക്കും കിട്ടാന്ന് പറയുന്നത് വളരെ ഒരു സ്പെഷ്യൽ തന്നെയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ വിക്ടറി ഡേ. അപ്പോൾ ഇന്നത്തെ വിക്ടറി ഡേയുടെ മെയിൻ ആളാണ് ഇതാ അച്ഛൻ്റെ അമ്മയുടെ അമ്മമ്മയുടെ ഒക്കെ മെയിൻ എന്താ പറയുക കൊച്ചുമോനാണ് ഇന്നത്തെ മെയിൻ നമ്മുടെ താരമെന്ന് പറയുന്നത്. അപ്പം എന്താണ് ദേവാനന്ദ് ഇവിടെ വിക്ടറി ഡേ എന്ന് പറയുന്നത് കഴിഞ്ഞ കൊല്ലത്തെ വിക്ടറി ഡേ ഒക്കെ കുറിച്ച് മോൻ കണ്ടിട്ടോ കേട്ടിട്ടുണ്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഓർത്തിരുന്നോ ഇന്ന് ഈ ഒരു ദിവസം നമ്മുടെ വിക്ടറി ഡേയുടെ സ്റ്റേജിൽ മെയിനായിട്ട് നിൽക്കേണ്ടി വരുന്ന ഒരാളായിരിക്കുമെന്ന് അന്നൊരു വിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേരം ആഗ്രഹിച്ചിരുന്നോ? എന്താണത്? ഡെഫിനറ്റ്ലി അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ നടക്കുമെന്നൊന്നും അറിയത്തില്ലല്ലോ. പിന്നെ ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഭയങ്കര സന്തോഷം. അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചു, നടന്നു അല്ലേ, അതാണ് ഭാഗ്യം. പിന്നെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹമൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെ നടന്നു. അപ്പോൾ അഡ്മിഷനൊക്കെ ആയിട്ടിരിക്കുക അല്ലേ? എനിക്ക് IIT ഖരഗ്പൂരിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് അഡ്മിഷനായി. അപ്പോൾ ഈ മാസം അവസാനം ജോയിൻ ചെയ്യണം. അപ്പോൾ അതിനുള്ള ഇങ്ങനെ പ്രിപ്പറേഷൻസ് ഒക്കെ നടക്കുന്നു. ഓക്കെ. അപ്പം IIT ഖരഗ്പൂർ തന്നെയായിരുന്നോ നേരത്തെ തൊട്ടുള്ള ഒരു മോൻ്റെ ഒരു ലക്ഷ്യവും ഒരു താല്പര്യമൊക്കെ അവിടെ തന്നെയായിരുന്നു? എങ്ങനെയായിരുന്നു? ടോപ്പ് 7 IITs എവിടെയെങ്കിലും കിട്ടുക എന്നുള്ളതായിരുന്നു. അപ്പോൾ കിട്ടിയപ്പോൾ സന്തോഷം.
സന്തോഷം. അതുപോലെ തന്നെ മോനെ ഇപ്പം മെയിനായിട്ട് നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു ക്ലാസ്സിൻ്റെ കാര്യങ്ങളും എങ്ങനെയായിരുന്നു ഇവിടുത്തെ ഒരു ബ്രില്യൻ്റിലെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ മോനൊരു ഇപ്പോൾ ഈ ഒരു റാങ്ക് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ആ ഒരു എക്സ്പീരിയൻസ് എന്തൊക്കെയായിരുന്നു മോന് ഫീൽ ചെയ്ത്? ഞാൻ 9th ഫൗണ്ടേഷൻ കോഴ്സിനാണ് ബ്രില്യനിൽ ചേർന്നത്. അപ്പോൾ അന്നോട്ടെ അടിപൊളി അന്ന് കോവിഡ് സമയമായിരുന്നു. അപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അപ്പോൾ അന്ന് ഒറ്റ ക്ലാസ് പോലും മിസ് ചെയ്യാതെ കാണുകയും പിന്നെ എക്സാംസൊക്കെ എല്ലാം അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അന്നേ ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു ക്ലാസ്സൊക്കെ കാണാൻ. പിന്നെ +1 ആയപ്പോഴത്തേക്കും ഇങ്ങനെ 10th ഒക്കെ പകുതി ആയപ്പോഴത്തേക്കാണ് ഇങ്ങനെ എൻജിനീയറിങ്ങിന് പോകണം, അതിനു വേണ്ടി കോച്ചിങ്ങിന് പോകണം എന്നൊക്കെ തോന്നിയത്. അപ്പോൾ +1 ആയപ്പോൾ ബ്രില്യൻ്റെ റെസിഡൻഷ്യൽ പ്രോഗ്രാമിൽ ചേർന്നു. അടിപൊളി ക്ലാസ്സസും പിന്നെ എക്സാംസ് ആണെങ്കിലും പിന്നെ ഫാക്കൽറ്റീസൊക്കെ എടുത്തു പറയണം, ഭയങ്കര അടിപൊളി സാറുമാരൊക്കെയാണ് നമുക്ക് പഠിപ്പിക്കാൻ വന്നുകൊണ്ടിരുന്നത്. ഡൗട്ട് നമ്മൾ എന്ത് ചോദിച്ചാലും അവർക്ക് അറിയാം, അല്ലാതെ അറിയത്തില്ല അങ്ങനത്തെ റിപ്ലൈ ഒന്നുമില്ല. എന്ത് ചോദിച്ചാലും അതും അതിനെ ചുറ്റിപ്പറ്റിയുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരും. പിന്നെ ക്ലാസ് ടീച്ചർ ആദ്യം എൻ്റെ ക്ലാസ് ടീച്ചർ അജാസ് സാറായിരുന്നു, പിന്നെ ഐശ്വര്യ മിസ്സായി. 2 ആൾക്കാരാണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു, ഭയങ്കര എപ്പോഴും വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ കോർഡിനേറ്റർ ജിൻഡോ സാർ, എല്ലാവരും പേര് പറയണം, ഒത്തിരി പേരുടെ പറയാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും എന്നെ ഈ ഒരു ജേണിയിൽ സഹായിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി. പാരൻസ് അതെ എല്ലാവർക്കും. അതിപ്പോൾ ഞങ്ങളുടെ വീട് ആലപ്പുഴയെന്ന് പറഞ്ഞില്ല, അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടാണ് അത് അടച്ചിട്ടിട്ട് ചങ്ങനാശ്ശേരിയിൽ പോയിട്ട് മെയിൻലി എനിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് തന്നെ ഭയങ്കര ഒരു കാര്യമല്ലേ, ഹോസ്റ്റലിൽ നിൽക്കേണ്ടി വന്നില്ല, എനിക്ക് വീട്ടിൽ തന്നെ നിൽക്കാൻ പറ്റി, അത് ഭയങ്കര ഒരു കാര്യമായി. പിന്നെ ഇപ്പോൾ എക്സാംസിനൊക്കെ മാർക്ക് കുറഞ്ഞാലും എപ്പോഴും ഞാൻ കൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ആളൊന്നും അല്ല, ചിലപ്പോൾ കൂടും ചിലപ്പോൾ കുറയും. അപ്പോൾ എക്സാംസിനൊക്കെ മാർക്ക് കുറഞ്ഞാലും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക, ഇനി അതിൽ ഇങ്ങനെ തളർന്നിരിക്കാതെ അടുത്ത് പറ്റും, അത് നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു വിശ്വാസം ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു, എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇപ്പം ആ ഒരു ഫാമിലിയുടെ സപ്പോർട്ടും അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടിട്ട് ഇപ്പം കേരളം എന്നല്ല ഇന്ത്യയിലൊക്കെ തന്നെ അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറിയിരിക്കുകയാണ് ദേവാനന്ദ്. അപ്പം ഒരു പ്രൗഡ് മൊമെൻറ്റ് തന്നെയാണ് തീർച്ചയായിട്ടും ഈ പേരൻസിന്. അവരുടെ കാര്യമാണ് എനിക്ക് എടുത്തു പറയേണ്ടത്. കാര്യം നമ്മുടെ ഒരു തിരക്കുകൾ ജോലിയുണ്ട് നമുക്ക് എല്ലാവർക്കും, അപ്പോൾ തിരക്കുകൾക്കിടയിലും മോൻ്റെ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് മോന് വേണ്ട ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ കൊടുത്ത് അത് പഠിച്ച് അല്ലേ, നമ്മുടെ ഒരു സപ്പോർട്ടും കൂടെ ആയപ്പോൾ ഇത്രയും വലിയൊരു വിജയം കിട്ടി എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ നമ്മൾ കരുതും. മോൻ്റെ ഒരു ഹാർഡ് വർക്കും തീർച്ചയായിട്ടും ഹാർഡ് വർക്കും മോൻ്റെ ഒരു വിഷനും ഒരു പ്രോപ്പറായിട്ടുള്ളൊരു വിഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇത്രയും നന്നായിട്ട് മുന്നോട്ട് പോയതുകൊണ്ട് തന്നെയാണ് മോനിതാ ഇത്രയും നല്ലൊരു വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിക്ടറി ഡേയെ കുറിച്ച് എന്താണ് ഇപ്പോൾ സാറിന് പറയാനുള്ളത്? ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം മോൻ്റെ ഒരു എന്താ പറയുക ഒരു ദിവസം എന്ന് വേണമെങ്കിൽ പറയാമല്ലോ, അപ്പോൾ എന്ത് തോന്നുന്നു? ഇന്ന് ഞങ്ങളിവിടെ രാവിലെ വന്നപ്പം മുതൽ ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾ ആകപ്പാടെ വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റ് മൂഡിലാണ്. എങ്ങനെയാണ് വന്നപ്പോൾ തന്നെയുള്ള ബ്രില്യൻറ്റിൻ്റെ ആ വെളിയിൽ വെച്ചിരിക്കുന്ന ഫ്ലെക്സുകളും പിന്നെ വന്നപ്പോഴുള്ള പിന്നെ സ്റ്റീഫൻ സാറിൻ്റെയും സന്തോഷ് സാറിൻ്റെയും ഒക്കെയുള്ള ഒരു സ്വീകരണവും എല്ലാം വളരെ 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 സന്തോഷം, ഭയങ്കരമായൊരു എക്സൈറ്റ്മെൻറ്റ് മൂഡിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ വീട്ടിലിപ്പോൾ ബ്രില്യൻറ്റിലും നമ്മുടെ ഫാമിലിയിലും മാത്രമല്ല നാട്ടിലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സും അങ്ങനെ എല്ലാവരും തന്നെ വളരെ ഭയങ്കര അത്ഭുതപ്പെട്ടും എല്ലാവരും ഭയങ്കര ഒരു സന്തോഷത്തിലും ഇരിക്കുമായിരിക്കും. അപ്പോൾ മാഡം പറഞ്ഞ പോലെ തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് വണ്ടി പോലും ഇടാൻ പറ്റുന്നില്ലായിരുന്നു എന്ന് പറഞ്ഞു, അത്രയും തിരക്കായിപ്പോയി. അപ്പോൾ ആൾക്കാരുടെയൊക്കെ ഒരു റെസ്പോൺസ് എന്തായിരുന്നു വീടിൻ്റെ അടുത്ത്? ഞാൻ ഇത് റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പം മുതൽ നമുക്ക് കോളുകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് കോൾ എടുക്കാൻ പറ്റുന്നില്ല, ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ല, ആ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് കോളുകൾ മാധ്യമങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ എവിടെയാണ്, എപ്പോഴാണ് എത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ നമ്മുടെ പരിസരത്തുള്ളവരെല്ലാവരും ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ മുഴുവനും മാധ്യമങ്ങളുടെ മൊത്തം ഒരു ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു, ക്യാമറാമാന്മാരുൾപ്പെടെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പരിസരത്തുള്ളവരെല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ഇപ്പോഴും ആൾക്കാർ വന്ന് അവനെ അനുമോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ നമ്മുടെ അവിടുത്തെ MLA, അതുപോലെ മുനിസിപ്പൽ ചെയർപേഴ്സൺ, അവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ ഒക്കെ നമ്മുടെ MP ഒക്കെ വിളിച്ചു. ഇനിയിപ്പോൾ നാളെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ. ഞങ്ങളുടെ MP KC വേണുഗോപാൽ സാറാണ്, അദ്ദേഹം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ MLA സലാം സാറായിരുന്നു, സലാം സാർ ഇന്നലെ വീട്ടിൽ വന്നിരുന്നു. അങ്ങനെ എല്ലാ രാഷ്ട്രീയ മേഖലയിലുള്ള എല്ലാവരും, അതുപോലെ തന്നെ നമ്മുടെ സാമുദായിക മേഖലയിലുള്ളവരും എല്ലാവരും
എല്ലാവരും വന്ന് അവൻ അനുഭവിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് വളരെ വളരെ ഒരു എന്താ പറയുക, ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായി മാറിയിട്ടുണ്ട്. അതെ അതെ. ഇതിൽ പരം ഒരു സന്തോഷവും ഒരു എന്താ പറയുക ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഇതും നമുക്ക് വേറെ എന്ത് വേണം അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മളുടെ ദേവാനന്ദ് IIT-യിലാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ എപ്പോഴായിരിക്കും നമ്മളുടെ ദേവാനന്ദിന് ഇങ്ങനെ ഒരു വിഷൻ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ദേവാനന്ദിനോട് ചോദിച്ചു നോക്കാം അല്ലേ? ഞാൻ പറഞ്ഞല്ലോ 9th തൊട്ട് ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ 10th ഒക്കെ ആയപ്പോഴത്തേക്കും മാത്സിന് കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടമാണെന്ന് തോന്നി. ഇപ്പോൾ പിന്നെ പഠിക്കാനും അത്യാവശ്യം എക്സാംസ് ഒക്കെ എഴുതാനും ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എനിക്ക് അപ്പോൾ എൻജിനീയറിങ് എടുക്കാം അങ്ങനെ ഒരു ഇത് തോന്നി. അപ്പോൾ അതിൽ ഏറ്റവും ടോപ്പായിട്ട് നമുക്ക് എത്താൻ പറ്റുന്നൊരിടം എന്ന് പറഞ്ഞാൽ IIT ആണ്. അപ്പോൾ ഒബ്വിയസ്ലി അത് തന്നെയാണ് എയിം ചെയ്ത് പഠിച്ചത്. അങ്ങനെ ഭയങ്കര കാരണങ്ങളൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ എന്തോ ഒരു സമയത്ത് തോന്നി, ഒന്ന് ട്രൈ ചെയ്യാൻ തോന്നി, അത് കിട്ടിയ അവസാനം. അപ്പോൾ ഭയങ്കര സന്തോഷം. ഓക്കെ. അപ്പം ഇനി മുന്നോട്ട് പോകുമ്പോഴാണെങ്കിലും ഒരുപാട് ഇതിപ്പോൾ ദാ നല്ലൊരു മെയിൻ ആയിട്ടുള്ളൊരു കടമ്പയാണ് കടന്നിരിക്കുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? അതായത് IIT ചേർന്നിട്ട് ഇനിയും നന്നായിട്ട് പഠിക്കണം. ഇതുപോലെ തന്നെ അതായത് ഇപ്പോൾ ഇവിടെ കാഴ്ചവെച്ച പോലെ തന്നെയുള്ള മാർക്കും സ്കോറും കാര്യങ്ങളും എല്ലാം ദേവാനന്ദ് ഇനിയും മുന്നോട്ട് കരസ്ഥമാക്കണം. ഇനിയുള്ള മുന്നോട്ടുള്ള ഓരോ ഇവിടുത്തെ പ്രോഗ്രാമിനും ദേവാനന്ദിനെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കണം. ദേവാനന്ദ് എന്നുള്ളൊരു പേര് ഇനി എല്ലാ വിക്ടറി ഡേയിലും ഇപ്പോൾ ദേവാനന്ദിനെ കണ്ടുകൊണ്ടായിരിക്കും ഒരുപാട് കുട്ടികൾ ഇൻസ്പയർ ആയിട്ട് അടുത്ത കൊല്ലത്തേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് നമ്മുടെ ഒരു IIT എക്സാമിന് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മുടെ ഒരു എക്സാമിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതായിരിക്കും. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത് ലാസ്റ്റായിട്ട്? നിങ്ങൾ സ്വയം ബിലീവ് ഇൻ യുവർ സെൽഫ്. എപ്പോഴും എക്സാംസിലൊക്കെ മാർക്ക് കുറയാൻ കൂടാ, അതൊക്കെ സാധാരണമാണ്. അപ്പോൾ ഇച്ചിരി മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങനെ പറ്റൂല അങ്ങനെയൊന്നും വിചാരിക്കാതിരിക്കുക. നമ്മളെ കൊണ്ട് എന്തും പറ്റും. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒത്തിരി ചെയ്യുക, അതൊന്നും വിട്ടുപോകാതിരിക്കുക. പിന്നെ NCERT ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. NCERT നമ്മൾ മറക്കുന്നൊരു കാര്യമാണ് NCERT വായിക്കാൻ, പ്രത്യേകിച്ച് കെമിസ്ട്രി ഒക്കെ. അപ്പോൾ NCERT തറവായിട്ട് ലൈൻ ബൈ ലൈൻ വായിച്ചിരിക്കണം. ഒറ്റ ലൈൻ പോലും വിട്ടുപോകാതെ കംപ്ലീറ്റ് ആയിട്ട് തറവായിരിക്കണം NCERT, പ്രത്യേകിച്ച് കെമിസ്ട്രി. അപ്പോൾ അതൊക്കെ നോക്കിയാൽ മതി, നല്ല അടിപൊളി മാർക്കും റാങ്കും ഒക്കെ കിട്ടും. ഓക്കെ. അപ്പോൾ അതർ ദാൻ നമ്മൾ ഈ സബ്ജക്റ്റ് വൈസ് അല്ലാതെ മോനൊരു നമ്മുടെ ഒരു കോൺഫിഡൻസിനെ കുറിച്ചും അങ്ങനെയൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ഇപ്പം കുറേ കുട്ടികളുണ്ട് ഓക്കെ നമ്മുടെ സ്റ്റഡി വൈസ് ഒക്കെ ആണെങ്കിൽ ഓക്കെ ആയിരിക്കും, പക്ഷേ നമ്മുടെ ഒരു കൺസിസ്റ്റൻസി, കോൺഫിഡൻസ് ലെവൽ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ട ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. അതെങ്ങനെയായിരുന്നു മോൻ? അതൊന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യം തന്നെയാണ്. മോൻ എങ്ങനെയാണ് ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്തതെന്നും ആ ഒരു കോൺഫിഡൻസ് ലെവലിൽ താഴോട്ട് പോകാതെ, ഈ പറഞ്ഞ മാർക്ക് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന മാർക്കായിരുന്നു ബട്ട് അതിലങ്ങ് പിടിച്ച് നിന്നു, എങ്ങനെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറയാമോ? ഇതിപ്പോൾ നമുക്ക് ചാപ്റ്റർ വൈസ് ടെസ്റ്റൊക്കെ ഇടുമ്പോഴായിരിക്കും ചിലപ്പോൾ മാർക്ക് കുറയുന്നത്. അപ്പോൾ ആ ചാപ്റ്ററിൽ നിന്ന് ചിലപ്പോൾ 1-2 ക്വസ്റ്റിന് നമ്മുടെ ഒറിജിനൽ എക്സാമിന് വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു 100 മാർക്കിൻ്റെ എക്സാമിൽ ഇപ്പോൾ 25 ക്വസ്റ്റിനുള്ളതിൽ നമുക്ക് 5 എണ്ണം ചെയ്യാൻ പറ്റുള്ളെങ്കിൽ ബാക്കി 20 എണ്ണം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എക്സാം കഴിയുമ്പോൾ നമ്മൾ എന്തായാലും അത് റിവൈസ് ചെയ്യും, എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റാഞ്ഞത്, എന്തുകൊണ്ടാണ് എനിക്ക് കിട്ടാഞ്ഞത്, അങ്ങനെ നമ്മൾ എന്തായാലും നോക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്ത ഈ 5 ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഈ 5 ക്വസ്റ്റ്യനിൽ നിന്നാണ് ആ എക്സാമിന് വരുന്ന 2 ക്വസ്റ്റ്യനെങ്കിൽ നമ്മൾ പിന്നെ പേടിച്ചിട്ട് കാര്യമില്ലല്ലോ, അത് നമുക്ക് ചെയ്യാൻ പറ്റും. ബാക്കി 20 എണ്ണം നമ്മൾ ആ എക്സാം കഴിഞ്ഞിട്ട് അത് സെറ്റാക്കണം, അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഏത് കോൺസെപ്റ്റാണ് നമുക്ക് ലാക്കായത്, അതൊക്കെ അനലൈസ് ചെയ്തിട്ട് അത് പഠിക്കാമല്ലോ, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പം എല്ലാവരും നമ്മൾ എന്താ പറയുക ഉറ്റുനോക്കിയിരുന്നതാണ് ദേവാനന്ദിൻ്റെ വാക്കുകൾ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ അതായത് 2025 IITക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും ദേവാനന്ദിൻ്റെ വാക്കുകളിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരിക്കും. എന്താണ് ദേവാനന്ദിൻ്റെ ഒരു എക്സ്പീരിയൻസ്, എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നൊക്കെ അറിയാം. ഒരുപാട് ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നിരുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ വിക്ടറി ഡേയിലെയും ഇവിടെ വരാൻ വന്നതിനും അതുപോലെ തന്നെ ഇതുപോലെ ഒരുപാട് സമ്മാനങ്ങൾ മുന്നോട്ടുള്ള ലൈഫിന് ദേവാനന്ദിന് കിട്ടട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. ഓക്കെ മോനെ, താങ്ക് യു സോ മച്ച്. ഓക്കെ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.